ഏറ്റവും സാധാരണക്കാരനായവരിൽ സാധാരണക്കാരെ കണ്ടെത്തുക, അവരുടെ ജീവിതത്തിൽ കൃത്യമായി ഇടപെടുക. മലമ്പുഴ മണ്ഡലത്തിൽ VS കൂടുതലായി നടത്തിയ പ്രവർത്തനം ഒരു MLA എന്നുള്ള ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ കണ്ടാൽ അടിസ്ഥാന സൗകര്യത്തിന്റെ ഒരു വികസനവും അതോടൊപ്പം തന്നെ ഏറ്റവും സാധാരണക്കാരനെ സഹായിക്കുന്ന സമീപനവും അതാണ് VS എന്നും വച്ചു പുലർത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല സാംസ്കാരിക അതോടൊപ്പം തന്നെ ചാരിറ്റി സംഘടനകളുമായൊക്കെ തന്നെ VS അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അത്തരത്തിലൊരു സംഘടനയിലെ പ്രവർത്തകർ നമ്മളോടൊപ്പം ഉണ്ട്. കളേഴ്സ് എന്ന് പറയുന്ന ആ സംഘടനയാണ്. ഇവരുമായി വളരെ അധികം അടുപ്പം VS പുലർത്തിയിരുന്നു. നിങ്ങളുമായിട്ട് എപ്പോഴും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുകയും ഇങ്ങോട്ടൊക്കെ വരാറുണ്ടായിരുന്നു അല്ലേ? അതെ അതെ. VS ഞങ്ങളുടെ ഇവിടെ ഇലക്ഷന് വരുന്ന സമയത്ത് ഇവിടെ മുണ്ടൂർ കൂട്ടുവാതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിന് VS ഇവിടെ വരുന്ന സമയം പോലെ തൊട്ടാണ് VSന്റെ അടുത്തുള്ള ഒരു ആരാധനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മൾ 10 വർഷമായിട്ടാണ് കളേഴ്സ് ടീമിന്റെ പേരിൽ VSന്റെ പിറന്നാൾ ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഞങ്ങളെ വയസ്സായ അമ്മമാർക്കും അച്ഛന്മാർക്കും തുണി കൊടുത്തിട്ടും അതുമാതിരി കാരുണ്യ പ്രവർത്തനങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, സോഷ്യൽ വർക്കുകൾ, കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്യാറുണ്ട് VSന്റെ പേരിൽ. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? അതെ, VS വരുന്ന സമയത്തൊക്കെ മുണ്ടൂർ പാർട്ടി ഓഫീസിൽ വന്ന് അവിടെ ഇരുന്ന് എല്ലാ സഖാക്കളായിട്ട് സംസാരിച്ചിട്ടും അതേമാതിരി ഞങ്ങളുടെ കൂട്ടുപാതിക്ക് എൻ്റെ അഞ്ചൻ മരിച്ചിട്ട് 22 വർഷമായി. അതിൻ്റെ ഒരു വാർഷികം സഖാ VS ആണ് അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ VSന്റെ 101 പിറന്നാൾ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി കേക്ക് മുറിച്ചിട്ട് ഈ കുട്ടിക്ക് കൊടുത്തിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഞങ്ങളത് കൊടുത്ത് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് 25ഓളം പേരിപ്പോൾ 11 മണിക്ക് ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ് ആലപ്പുഴയ്ക്ക് അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്. മുണ്ടൂരിൽ നിന്ന് 15ഓളം ട്രാവൽസ് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടുന്ന് 25 ആളുടെ ഒരു വണ്ടി, ഒരു മിനി ബസ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ 11 മണിക്ക് അദ്ദേഹത്തിന് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് മുണ്ടൂരിലെ കൂട്ടുവായിലെ ജനങ്ങൾ പുറപ്പെടുന്നതായിരിക്കും. VSനെ കാണാൻ പോവുകയാണോ? തീർച്ചയായിട്ടും. കേരളത്തിലെ തന്നെ അല്ല, ഇന്ത്യയിൽ തന്നെ ഒരു ജനനായകൻ തന്നെയാണ്. എല്ലാവർക്കും വേണ്ടപ്പെട്ടതും തൊഴിലാളി വർഗത്തിൻ്റെ അനിശ്ചയ നേതാവാണ്. ഒരിക്കലും VSമാരി വേറെ ഒരാൾ ഇനി ഉണ്ടാകില്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഏത് കാര്യങ്ങൾക്കും പാവപ്പെട്ടവരുടെ വേണ്ടി നിലകൊള്ളുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു. ഞങ്ങളിവിടെ സുരേഷ് പറഞ്ഞ മാതിരി ഇവിടെ 10 വർഷമായിട്ട് അയാളുടെ പിറന്നാളിന് എല്ലാ ദിവസവും 60 വയസ്സ് കഴിഞ്ഞ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമായിട്ട് സാരി, മുണ്ട് എല്ലാ ദിവസവും എല്ലാ സമയത്തും ആഘോഷിക്കാറുണ്ട്. നല്ലൊരു കൂട്ടായ്മയാണ്. അതുമാത്രമല്ല സ്പോർട്സ്, ഫുട്ബോൾ മേള ഇതൊക്കെ VSന്റെ പേരിൽ കൊല്ലം നടത്താറുണ്ട്. VS പറഞ്ഞാൽ അതിന്മേലുള്ള നേതാവിന് ഇല്ല, അതന്നെ പറയാം. VSന്റെ ഒരു മരണ വാർത്ത അറിയുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ളവർക്കും നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്? VS 2001 മുതൽക്ക് 4 തവണയാണ് ഇവിടെ മത്സരിച്ചത്. 2001 മത്സരിക്കുമ്പോൾ VSനെ കുറിച്ച് വലിയ ഒരു അറിവൊന്നും ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇല്ലായിരുന്നു. 2001 മുതൽ 2006 വരെയുള്ള ഭരണകാലത്താണ് വലിയ വികസന പ്രവർത്തനങ്ങൾ മുണ്ടൂർ പഞ്ചായത്തിൽ നടത്തുന്നതിന് വേണ്ടിയും ഈ മണ്ഡലത്തിൽ മൊത്തത്തിൽ നടത്തുന്നതിന് വേണ്ടി അതിൻ്റെ ഭാഗമായി മുണ്ടൂർ പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം 2006, 2011, 2016 തുടങ്ങിയ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ VS മത്സരിക്കുമ്പോൾ ആദ്യം കിട്ടിയത് 5000 താഴെ വോട്ടാണെങ്കിൽ പിന്നീട് 25,000 മേലെ വോട്ടാണ് ഭൂരിപക്ഷമാണ് സഖാവിന് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കായിക രംഗങ്ങളിൽ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഗ്രൗണ്ട് നവീകരിക്കുക, കുട്ടികൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി 2 സ്കൂളുകൾക്ക് ബസ് കൊടുക്കുക, അതുപോലെ തന്നെ ബിൽഡിങ്, സ്കൂൾ കെട്ടിൽ ലേബർ സ്കൂളിൽ ബിൽഡിങ് കൊടുക്കുക. ഇപ്പോൾ കിടപ്പ് രോഗികൾ, ഞങ്ങളുടെ പഞ്ചായത്തിൽ നിരവധി കിടപ്പ് രോഗികളുണ്ട്. ആ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി VSന്റെ ഫണ്ടിൽ നിന്ന് ഒരു ആംബുലൻസ് ബാലകൃഷ്ണൻ പാലിയേറ്റീവ് കേരളത്തിൽ നൽകിക്കൊണ്ട് ഇവിടെയുള്ള ആളുകൾ ഇത്രയും കൂടുതൽ VSനെ ആദരിക്കാനുണ്ടായ കാരണം VS അധികാരത്തിൽ വന്ന് 2001 വന്നപ്പോൾ ഇവിടെ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. ഒറ്റ ഗഡുവായി ആ 18 മാസത്തെ കുടിശ്ശികയും കൊടുത്തു. 600 എന്നുള്ളത് 1000 രൂപയായി. അങ്ങനെ വയസ്സായ മുഴുവൻ ആളുകൾക്കും ഏറ്റവും സാധാരണക്കാരന്റെ ജീവിതത്തിലാണ് VS ഇടപെട്ടിരുന്നത്. അത് ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഇടപെടുകയും വൻകിടക്കാരെ ഇവിടെ കൊള്ള നടത്തുന്ന ആളുകൾക്കെതിരായി കൊണ്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇവിടെ മലയോരങ്ങളിൽ ആനയിറങ്ങുന്ന പ്രയാസം ഉണ്ടായിരുന്നു. അവിടെ ട്രഞ്ച് നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് VSന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ചു കൊടുത്ത് അവിടെ ട്രഞ്ച്, പക്ഷേ അതുകൊണ്ട് പരിഹാരമായില്ല. എങ്കിലും ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ VS അത് ചെയ്തു. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ള പ്രശ്നമാണ് അവിടെ ഉള്ളത്. എന്തായാലും ഈ ആളുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് കൊണ്ടാണ് VS ജനങ്ങളുടെ ഹൃദയത്തിൽ പെട്ട് ജനങ്ങൾ ഇത്രയും ആദരിക്കുന്നത്. അതുകൊണ്ടാണ് സഖാവിന്റെ വേർപാട് വലിയ നഷ്ടമാണ്. നമ്മുടെ രാജ്യത്തിന് വലിയ നഷ്ടമാണ് എനിക്ക് പറയാം. മോള് VSനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോ മോൾക്ക് ആ സമയമാകുമ്പോഴേക്കും ഇവിടെ ഇല്ല അല്ലേ? കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല അല്ലേ?
അമ്മ എങ്ങനെയാണ്? അമ്മയ്ക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെയാണല്ലോ. ഒരുപാട് കാലം ജീവിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ ചോദിച്ചാൽ കൊല്ലം ഒരു പിറന്നാൾ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് തരും. ഞങ്ങൾക്ക് എല്ലാം തരുന്നത് എൻ്റെ ഇവിടുത്തെ കൂട്ടുകാരിൽ എൻ്റെ മക്കളാണ്. അത് ഞങ്ങൾക്ക് ഇനിയും 2 മാസം കഴിഞ്ഞാൽ കിട്ടുമല്ലോ വേണ്ട ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പറ്റിയില്ല. നോടുള്ളൊരു അടുപ്പം എങ്ങനെയായിരുന്നു അമ്മയ്ക്കും? നല്ല അടുപ്പമാണ്. ഞങ്ങൾ എൻ്റെ അനിയനാണ് അവരുടെ വീട്ടിൽ അമ്മ മരിച്ചിട്ട് എൻ്റെ ചെറിയമ്മ മരിച്ചിട്ടും എൻ്റെ നാത്തും ഭാര്യ മരിച്ചിട്ടും എല്ലാം മൂപ്പര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മണ്ഡലത്തിൽ ഓരോ സാധാരണക്കാരനെയും കാണാൻ വി എസ് എത്താറുണ്ടല്ല? ഓ എല്ലാവിടെയും എത്തും, എല്ലാവിടെയും എത്തും. സങ്കടമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് കർഷക തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന അത്തരത്തിലുള്ള തൊഴിലാളി വർഗത്തിൽപ്പെട്ടവർ, അവർക്ക് വേണ്ടിയാണ് വി എസ് എന്നും നിലകൊണ്ടുള്ളത്. മലമ്പുഴ മണ്ഡലത്തിൽ അങ്ങനെയുള്ള ഓരോരുത്തരെയും തിരഞ്ഞു പിടിച്ച് വി എസ് സഹായിച്ചിരുന്നു. വന്യജീവി സംഘർഷങ്ങൾ അതിൻ്റെ ഒരു തുടക്കമായിരുന്നു വി എസ് MLA ആയിരുന്ന കാലത്തൊക്കെ. അതിൻ്റെ ഒരു പരിഹാരത്തിന്റെ തുടക്കം കുറിച്ചതും വി എസ് ആണ്. മൽഗൂർ സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.